സുഹൃത്തുക്കളെ, കള്ളാപ്പള്ളി എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ ഒരു വൃത്തികെട്ടവൻ, വാ തുറന്ന നുണയും അതേപോലെ തന്നെ വർഗീയതയും മാത്രം വിളമ്പുന്ന ഒരു വിദ്വേഷ ജീവിയായിട്ട് മാറിയിട്ടുള്ള വിചിത്ര സാധനം. ഇത് ഏത് സ്പീഷീസിൽപ്പെട്ടാണെന്ന് പോലും എനിക്കറിയില്ല. അയാളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് കേരളത്തിലെ ഈഴവരുടെ വോട്ടിലൊന്നും തൊട്ട് കളിക്കാൻ അയാൾ പറഞ്ഞാൽ അയാളുടെ വീട്ടിലെ പട്ടിക്ക് വോട്ടവകാശം ഉണ്ടെങ്കിൽ പട്ടി പോലും അയാൾ പറയുന്നിടത്ത് വോട്ട് ചെയ്യില്ല എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് സഖാവ് പിണറായി വിജയൻ പോലും ഒന്നാം നമ്പർ നമ്മുടെ പൈസയ്ക്ക് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് എണ്ണയടിക്കുന്ന, നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ഡ്രൈവർക്ക് ശമ്പളം കൊടുക്കുന്ന, നമ്മുടെ നികുതി പണത്തിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ നടത്തുന്ന, നമ്മുടെ നികുതി പണത്തിൽ നിന്ന് മേടിച്ച ഒന്നാം നമ്പർ സ്റ്റേറ്റ് കാറിൽ ഈ പിണറായി സഖാവ് ഈ പരമനാറിയെ കൊണ്ടുപോയത്. പിണറായി സഖാവ് പണ്ട് ഒരുത്തനെ പരനാറിയെന്ന് വിളിച്ചല്ലോ, വിളിച്ചിരുന്നു, ഞാൻ എതിർത്ത് പറയണില്ല. പക്ഷെ അയാൾ പരനാറിയാണെങ്കിൽ ഇവൻ പരമനാറിയാണെന്നേ. നൗഷാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അന്യസംസ്ഥാന തൊഴിലാളികൾ കോഴിക്കോട് ഓടയിൽ ഒഴിച്ചു പോകുമ്പോൾ അവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ജീവൻ മരണപ്പെട്ടപ്പം ശരിക്കും പറഞ്ഞാൽ അത് രക്തസാക്ഷിത്വമാണ്. യഥാർത്ഥ ജിഹാദി അദ്ദേഹമാണ്. ഒരു പേരും അറിയാത്ത, തൻ്റെ ആരുമല്ലാത്ത ഏതോ മനുഷ്യർ വെള്ളത്തിൽ ഒളിച്ചു പോകുമ്പം അവരെ രക്ഷിക്കാൻ വേണ്ടി എടുത്തിയാടുക, അതും അഴുക്കുവെള്ളത്തിലേക്ക്, ഓടയിലേക്ക്. ആ നൗഷാദിൻ്റെ കുടുംബത്തിന് സഹായം ചെയ്തപ്പോൾ ഇയാൾ വളരെ വൃത്തികെട്ട വളിച്ച ചിരിയോട് കൂട്ടി, വളിച്ച ഭാവമുള്ളൂ അയാളുടെ മുഖത്ത്, മനുഷ്യൻ്റെ ഒരു രൂപമില്ലാത്തൊരു സാധനം, ഒരു ജന്തു. എന്നിട്ട് അയാൾ എന്ത് വൃത്തികളിപ്പോൾ പറയുന്ന തനി വർഗീയത വിളിച്ചു പറയുക. സാക്കിർ നായിക്കും ഇപ്പോൾ ഒക്കെ പറഞ്ഞതിനേക്കാൾ അപ്പുറത്തുള്ള വർഗീയതയിൽ ഇപ്പോൾ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇവരെ പിടിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ മദനി ഇതേപോലെ വർഗീയത ചർച്ചുകൊണ്ട് നടന്നതാണ് കിടക്കണ്ടല്ലോ, അവിടെ കൊണ്ടുപോയിട്ട് ബാംഗ്ലൂർ ജയിലിൽ കൊണ്ടുപോയിടണം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കൈ വെട്ടാനും കാല് വെട്ടാനും കുന്തിരിക്കും അരിയും മലരും കുന്തിരിക്കും കാത്തു വെച്ചോളാനൊക്കെ പറഞ്ഞ് ആഹ്വാനം ചെയ്ത ഈ വേറെ കുറേ എണ്ണം ഉണ്ടല്ലോ അവിടെ തിഹാർ ജയിലിൽ കിടക്കുന്ന അവന്മാരെ കൂടുതൽ ഒറ്റ സെല്ലിൽ കൊണ്ടേ അടയ്ക്കണം അവനെ. ഈ പരനാറിയല്ല പരമനാറി, ക്ഷമിക്കണം, എനിക്ക് അബദ്ധം പറ്റിയതാണ്, ഒരു മാ വിട്ടുപോയതാ. ആ മാ വേറെ അർത്ഥത്തിൽ ആ മാ വെച്ചിട്ട് ഇവനെ വിളിക്കേണ്ടതാണ്. അവൻ്റെ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല, ആർക്കും വേണ്ട, അതൊരു പട്ടിക്കും വേണ്ട. BJP-ക്കാർ ഒരു മൈൻഡില്ല. ഇപ്പം ഞങ്ങൾ പോകാൻ തയ്യാറാണെന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. ബാക്കിയുള്ളിടത്തേക്ക് ആര് കൂട്ടണ്? UDF-നും വേണ്ട, LDF-നും വേണ്ട, BJP-ക്കും വേണ്ട, ആർക്കും വേണ്ട, ഒരു പട്ടിക്കും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ആർക്കും വേണ്ട. ചപ്പ് ചാവറ സാധനം തിന്നു ചീർത്ത് ദുർമേധസ്സുമായിട്ടിരിക്കുക. വയസ്സ് കാലത്ത് വാ തുറന്ന വർഗീയത മാത്രം പറയുക ഇയാൾ. ഇയാളെ മകൻ ഇപ്പുറത്ത് നിന്നിട്ട് ഇവരുടെ കൂടെ, മകൻ BJP നേതാക്കന്മാരുടെ കൂടെ തുറന്ന ജീപ്പിൽ യാത്ര ചെയ്ത് കൈവീശി കാണിക്കും, അവരെ മുന്നണീൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട്. തന്ത CPM-ൻ്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറുടെ കൂടെ കാറിൽ കയറിപ്പോവും. രണ്ട് തുണിയിൽ കാലിടുകയാണെന്നേ. അത് തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് ഇവർക്കൊന്നുമില്ല, അതാ പ്രശ്നം. അതിനെനിക്ക് എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ നിലപാടെടുത്ത ആളാണ് VD സതീശൻ. ഇവരെ തിണ്ണ നരങ്ങാൻ പോവില്ല എന്നുള്ള പറയാനുള്ള ധൈര്യം കാണിച്ചു. പിന്നെ സാധാരണക്കാരായ ആൾക്കാർ മിണ്ടാതിരിക്കണം എന്താണെന്ന് വെച്ചാൽ അവർ ആ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിയമനങ്ങൾ അതേപോലെ അഡ്മിഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർ ആശ്രയിക്കേണ്ടി വരുന്നുള്ളവർ മിണ്ടുന്നില്ല എന്നുള്ളൂ. അവർ വോട്ട് ഇയാൾ പറയുന്നത് വോട്ട് ചെയ്യില്ല, ഇയാളെ ഇഷ്ടമല്ല, ഏകാധിപതിയാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനത്തെ നാടകങ്ങൾ, നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. കരുണാകരൻ DIC ഉണ്ടാക്കി പോയി കഴിഞ്ഞപ്പോൾ കരുണാകരൻ മുരളിയും തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലാത്തതുപോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ വൈകുന്നേരം അച്ഛനും മോനും ഒരുമിച്ച് ചില വർഷം കഴിക്കണേ. പക്ഷെ ആളുകളുടെ മുമ്പിൽ കണ്ടപ്പിടി ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ ബാലകൃഷ്ണ പിള്ളയും ഗണേശും തമ്മിലും ഒരു നാടകം അങ്ങനത്തെ ഒരു കളി കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ AK ആൻ്റണിയും അനിൽ ആൻ്റണിയും തമ്മിലുള്ളതും ഒക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ. പക്ഷേ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു പരിധിക്കകത്ത് തന്നിട്ടില്ലേ, ഇത്രയും മ്ലേച്ഛമായ രീതിയിലേക്ക് പോയിട്ടില്ല. ഇയാളെ വാ തുറന്നിട്ട് പറയുന്ന വർഗീയതയുടെ അനന്തരഫലങ്ങൾ നമ്മുടെ തലമുറകളെ തമ്മിലടിപ്പിക്കുകയല്ലേ. നിങ്ങളുടെയൊക്കെ കാലശേഷം ഈ പട്ടിയാവൂല്ല എന്നുള്ളത് എനിക്കറിയില്ല. അതൊക്കെ അങ്ങനെ കുറച്ച് ചിലപ്പോൾ ഇനിയും ഒരു 100 കൊല്ലം കൂടി ഇരിക്കും ചീഞ്ഞ നാറി. നമ്മളൊക്കെ ചത്തുപോയി കഴിഞ്ഞാൽ നമ്മളെ തലമുറകൾ ബാക്കിയുള്ളവർ ഇവിടെ തമ്മിലടിക്കില്ലേ മതത്തിൻ്റെ പേരിൽ. ഇയാൾ പറയാം മലപ്പുറത്തേക്ക് ഒക്കെ കൊണ്ടുപോയി, മലപ്പുറത്തേക്ക് എല്ലാം തട്ടിയെടുക്കുകയാണ്, മലപ്പുറത്തെല്ലാം തട്ടിയെടുക്കുകയാണ്. എന്ത് എനിക്കറിയില്ല. എനിക്ക് പിണറായി സഖാവിനോട് പറയാനുള്ളത്, ഇയാളെ ഒന്നാം നമ്പർ കാറിൽ കൊണ്ടുപോയാൽ പോരാ, മൂപ്പർ അവിടെ നിന്ന് ഇറങ്ങണം, മൂപ്പർ അവിടെ നിന്ന് താമസം മാറ്റുക, വേറെ ഏതെങ്കിലും ഫ്ലാറ്റിലേക്ക്. എന്തായാലും നമ്മൾ നികുതിപ്പണത്തുനിന്നാണല്ലോ. എന്നിട്ട് ഈ സ്ഥാനത്തിന് കൊണ്ടുപോയി അവിടെ കൊണ്ടിരുത്ത്. ഒന്നല്ലെങ്കിൽ അവിടെ കുറേ മരപ്പട്ടികളുണ്ടാവും, മരപ്പട്ടികൾക്ക് പറ്റിയ കൂട്ടാവും. ചിലപ്പോൾ മരപ്പട്ടികൾ ഒന്നായിട്ട് അവിടെ നിന്ന് പോവും, അങ്ങനെയുണ്ട്. ചിലപ്പോൾ മരപ്പട്ടി ശല്യം ഒഴിവാക്കും. ഇയാൾ 4 ദിവസം അവിടെ താമസിച്ച് കഴിഞ്ഞാൽ മരപ്പട്ടികളെല്ലാം ക്ലിഫ് ഹൗസ് വിട്ടു വേറെ എങ്ങോട്ടെങ്കിലും പോകും. കാരണം ഇതിൽ കൂടെ സഹിക്കാൻ ബുദ്ധിമുട്ടാണെന്നേ. രാഹുൽ ഈശ്വരൻ ജയിലിൽ കിടന്ന മാതിരിയുള്ള അനുഭവമാവും. ബാക്കിയുള്ള സഹതടവുകാരെ ആകെ ബുദ്ധിമുട്ടിലായിരുന്നു, പ്രയാസത്തിലായിരുന്നു. ജയിൽ ജീവനക്കാർ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചെന്നാണ് പറഞ്ഞു കേട്ടത്. കാരണം ഇതിൻ്റെ ശല്യം കാരണം. സാറേ സെല്ലിൻ്റെ അകത്ത് ഇരുന്നിട്ട് ആരെങ്കിലും വരാതെ കൂടി വാർഡന്മാർ പോയി കഴിഞ്ഞാൽ സാറേ എനിക്ക് മൊബൈൽ വേണം എന്നുള്ളത് ചോദിക്കുമായിരുന്നു അത്രേ. പിന്നെ മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞിങ്ങനെ കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ ഈ കോപ്രായം കണ്ടിട്ട് തടവുകാർ ജയിൽ മാറ്റണമെന്നും
വാർഡന്മാർ ട്രാൻസ്ഫർ വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടില്ല, ശരിയാണെന്ന് എനിക്കറിയില്ല. ഇത് പിന്നെ ഇയാൾ പറഞ്ഞാൽ കേട്ടത് ഒന്നും ഇയാൾ പറഞ്ഞത് ശരിയാ, സംഭവം ശരി, ഞാൻ അംഗീകരിക്കുന്നു. കേരളത്തിൻ്റെ നിയമസഭാ മന്ദിരം, കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റ്, കേരളത്തിൻ്റെ ഹൈക്കോടതി, DGPയുടെയും ചീഫ് സെക്രട്ടറിയുടെയും കാര്യാലയങ്ങൾ ഒക്കെ മലപ്പുറത്താണ്. ഒന്നും തിരുവനന്തപുരത്ത് ഹൈക്കോടതി എറണാകുളത്തല്ല, മലപ്പുറത്താണ്. ഇപ്പം നമ്മളെ ഇപ്പം മനസ്സിലാക്കിയത് വെച്ച് മൂപ്പര ധാരണയിൽ മൂപ്പര് പറഞ്ഞു കേട്ടിട്ട് അങ്ങനെ വന്നേ. അതേപോലെ തന്നെ റീജിയണൽ ക്യാൻസർ സെൻറ്റർ RCC, ഈ IIT, IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അത് മലപ്പുറത്താണ്. സാഹിത്യ അക്കാദമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മലപ്പുറത്താണ്. ചലച്ചിത്ര അക്കാദമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മലപ്പുറത്താണ്. സദേൺ റെയിൽവേയുടെ കേന്ദ്രം അത് പാലക്കാടല്ല, അതും മലപ്പുറത്താണ്. ദക്ഷിണ റെയിൽവേയുടെ കേന്ദ്രം. കപ്പൽ നിർമ്മാണശാല കൊച്ചിയിലല്ല, അതും മലപ്പുറത്താണ്. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും ബാക്കിയുള്ള അങ്ങനെയുള്ള സ്പേസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊന്നും തുമ്പയിലൊന്നും അല്ല, അതും മലപ്പുറത്താണ്. എല്ലാം മലപ്പുറത്താണ്. നാവിക അക്കാദമി അത് ഏഴിമലയിലല്ല, ഏഴിമല മലപ്പുറത്താണെന്ന് ഇയാൾ പറയും. ഇനിയിപ്പോൾ എല്ലാം മലപ്പുറത്ത് കേന്ദ്രീകരിക്കുന്നതാണ് പറഞ്ഞത്. സംസ്ഥാനത്തുള്ള ബാക്കിയുള്ള എല്ലാ 13 ജില്ലകൾക്കുമായിട്ട് ആകെ ഒരു മെട്രോ ഉള്ളൂ, മെട്രോ ട്രെയിൻ സംവിധാനം. അത് കൊച്ചി മെട്രോ ആണ്, KMRL. പക്ഷെ മലപ്പുറത്ത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വീട്ടിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്ക് പോകാനൊരു മെട്രോ ഉണ്ട്. അതേപോലെ തന്നെ ഈ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളെ വീട്ടിൽ നിന്നും മലപ്പുറം ലീഗ് ഓഫീസിലേക്ക് ഒരു മെട്രോ ഉണ്ട്. 2 മെട്രോ ലൈനായി. 3ാമത്തെ മെട്രോ ലൈൻ കോഴിക്കോട് ജില്ലയിൽ KM ഷാജി താമസിക്കുന്നതുകൊണ്ട് പകുതി വെച്ച് നിർത്തുകയാണ്. കാരണം കോഴിക്കോട് ജില്ലയ്ക്ക് അദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്യാൻ ഇവർക്ക് താല്പര്യമില്ല, വ്യാപിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ പ്രൊജക്റ്റ് മലപ്പുറം ജില്ലേൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു ലീഗ് തീരുമാനിച്ചു. മുസ്ലിങ്ങൾ തീരുമാനിച്ചു, ലീഗല്ല, മുസ്ലിങ്ങളെയാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം സമൂഹത്തിന് മലപ്പുറത്തുകാരനായ ഞാനത് കേൾക്കണമെന്ന് മനസ്സിലാവണേ. അതേപോലെ തന്നെ ഈ തമിഴ്നാട്ടിലേക്ക് പോകുന്ന, ഊട്ടിയിലേക്ക് പോകുന്ന നാടുകാണിയിൽ നിന്ന് വഴിക്കടവിലേക്ക് വാട്ടർ മെട്രോ സംവിധാനമുണ്ട്. ഇവിടെ നമുക്ക് അല്ലാതെ ആകെ ഒരൊറ്റ വാട്ടർ മെട്രോയേ ഉള്ളൂ. വാട്ടർ മെട്രോ സംവിധാനം നാടുകാണിയിൽ നിന്ന് ചുരത്തിൽ കൂടിയുള്ള വാട്ടർ മെട്രോ സംവിധാനം. റോട്ടിൽ കൂടി പോകണം കേട്ടോ. അത് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഹൈടെക്കാണ് സംഭവം. വെള്ളമൊന്നും വേണ്ട, വാട്ടർ മെട്രോ എന്ന് പേരേ ഉള്ളൂ. റോട്ടിൽ കൂടി പോകുന്ന മെട്രോ സംവിധാനം, വാട്ടർ മെട്രോ. അതേപോലെ തന്നെ മഞ്ചേരി പെരുന്തമണ്ണ റൂട്ടിൽ ഒരു വാട്ടർ മെട്രോ, മലപ്പുറം കോട്ടയ്ക്കൽ റൂട്ടിൽ ഒരു വാട്ടർ മെട്രോ. ഇതൊക്കെ ഉണ്ട്, 3 ഉണ്ട്. ബാക്കിയുള്ള 13 ജില്ലയ്ക്കും കൂടി ഒന്നേ ഉള്ളൂ. അതേപോലെ ബാക്കി 13 ജില്ലകൾക്കുമായിട്ട് ആകെ 6 കോർപ്പറേഷനാണ് നമ്മളെ കേരളത്തിലുള്ളത്. നമുക്കറിയാം, തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, കോട്ടയം, തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, കോട്ടയമില്ല, തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, 5 ഉള്ളോ, 6 നൽകുന്നുണ്ട് ഓർമ്മ. ഓക്കെ, എന്തായിരുന്നാലും ഇത്രയും കോർപ്പറേഷനേ ഉള്ളൂ. പക്ഷേ മലപ്പുറത്ത് കുറേ കോർപ്പറേഷൻ ഉണ്ട്. കളിമണ്ണ് കരകൗശല കോർപ്പറേഷൻ, കളിമണ്ണ് കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന കോർപ്പറേഷൻ. അങ്ങനെ തുടങ്ങിയിട്ടുള്ള തേക്കിൽ നിന്ന് ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഫർണിച്ചർ മേഖലയായിട്ട് ബന്ധപ്പെട്ട കോർപ്പറേഷൻ. അങ്ങനെയുള്ള കുറേ കോർപ്പറേഷൻ ഉണ്ട്. ഒരുമാതിരി വൃത്തികെട്ട ഇൻഫോ പാർക്കിനെയും ടെക്നോ പാർക്കിനെയൊക്കെ വെല്ലുന്ന രീതിയിൽ. അത് തിരുവനന്തപുരത്ത് ഇൻഫോ പാർക്കുണ്ട്, ടെക്നോ പാർക്കുണ്ട്, ഇവിടെ ഇൻഫോ പാർക്കുണ്ട് എറണാകുളത്ത് എന്നൊക്കെ പറയുന്നത് പോലെ മലപ്പുറത്ത് അറിവിൽ കാക്കഞ്ചേരിയിൽ ചെറിയ സംഭവം ഉണ്ടെങ്കിൽ തന്നെയും അതിനപ്പുറത്ത് അവിടെ 10-15 IT ഹബ്ബുകൾ ഉള്ളതായിട്ട് ഇദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗവേഷണ വൈദഗ്ധ്യത്തിൽ. അതിലേറെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം, ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഇസ്ലാം മത വിശ്വാസികൾക്ക് ജനസംഖ്യയിൽ ഭൂരിപക്ഷമുള്ള മലപ്പുറത്ത് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി നമ്മുടെ VP അനിൽ സാഹിബാണ്. അല്ലേട്ടൻ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ, അന്ന് മുമ്പ് SFIയുടെ ജില്ലാ സെക്രട്ടറിയാണ് ഞാനൊക്കെ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ. അപ്പോൾ അനിൽ സാഹിബ് എന്ന് പറയുന്ന ഒരു തനി കാക്കാനെ പിടിച്ചിട്ട് ജില്ലാ സെക്രട്ടറി ആക്കി. അവിടെ വേറെയുള്ള ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങൾക്കൊന്നും അംഗീകാരമില്ല, ഒക്കെ മുസ്ലിങ്ങൾക്കാണ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ DCC അധ്യക്ഷൻ നമ്മളെ VS ജോയി ഉസ്താദാണ്, അതും കൊടുത്തു. ഈ തുലുക്കൻ എന്നാണല്ലോ ഈ തെക്കോട്ടൊക്കെ പറയാം, ആ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മുസ്ലിംസിന് തന്നെ കൊടുത്തു. VS ജോയി ഉസ്താദിനെയും VP അൽ സാഹിബിനെയാണ് ഈ 2 പാർട്ടികളും പ്രധാനപ്പെട്ട ചുമതലയിൽ ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാം തട്ടിയെടുക്കുന്ന ഒരു എന്താ പറയുക, എല്ലാം തട്ടിയെടുക്കുന്ന മലപ്പുറവും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും
ഞാൻ ഇന്നലെ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് കേട്ടോ, പോസ്റ്റിൻ്റെ കണ്ടന്റ് അതേപോലെ എടുത്തിട്ട് ഇപ്പോൾ വീഡിയോ ആയിട്ട് അവതരിപ്പിക്കുക. ഇന്നലെ ഫേസ്ബുക്കിൽ ഓൾറെഡി അത് പറഞ്ഞതാണ്, എഴുതിയതാണ് പോസ്റ്റായിട്ട്. ആ സാധനം എനിക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യണം തോന്നി. കാരണം പിന്നെ അതാകുമ്പോൾ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിക്കാൻ തോന്നി. അങ്ങനെ എല്ലാം തട്ടിയെടുക്കുന്ന, എല്ലാം തങ്ങൾക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന മലപ്പുറത്തിനും മലപ്പുറത്തെ മുസ്ലിങ്ങളും മുട്ടിഞ്ഞു പോകട്ടെ എന്ന് പ്രാഗിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശന് കള്ളാപ്പള്ളിക്ക് പിന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. കള്ളാപ്പള്ളിയെ കൊണ്ടുപോയിട്ട് ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയി ആക്കണം. ഈ മരപ്പട്ടി ശല്യമുള്ളിടത്ത്, അങ്ങനെയുള്ള എന്തെങ്കിലും വന്യജീവി അക്രമമൊക്കെ ഉള്ള സ്ഥലത്ത് ഇതിനെ കൊണ്ടുപോയി നിർത്തിയാൽ മതി. അരിക്കൊമ്പനല്ല, ഏത് കൊമ്പനും ഓടി തിരിച്ച് കാട്ടിലേക്ക് തന്നെ പോകും ഇതിനെ കണ്ടു കഴിഞ്ഞാൽ. കാരണം ഇതിനെ സഹിക്കാൻ വലിയ പാടാണെന്നേ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ. അതേപോലെ തന്നെ കൊതുകൊക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ടിട്ടില്ലാണെന്നുണ്ടെങ്കിൽ, ഭയങ്കര കൊതുക് ശല്യമൊക്കെ ഉള്ള, ഈ മാലിന്യ ശല്യമൊക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ടിട്ടാൽ മതി. കൊണ്ടിട്ട് കഴിഞ്ഞാൽ കൊതുക് പട്ടിണി ഇറങ്ങിയാവും. കാരണം കൊതുക് മനുഷ്യരുടെ ചോരയല്ലേ കുടിക്കൂ, അല്ലെങ്കിൽ മൃഗങ്ങളുടെ ചോരയെ കുടിക്കുള്ളൂ. ഇത് സാധാരണ മൃഗങ്ങളുടെ കൂട്ടത്തിലും പെടില്ല. ഇതൊരു വിചിത്ര ജീവിയാണ് ഈ കള്ളാപ്പള്ളി. എന്തായിരുന്നാലും കള്ളാപ്പള്ളിയെ സംസ്ഥാന കാറിൽ കൊണ്ടുപോയത് പിണറായി വിജയൻ്റെ ജീവിതത്തിലെ, രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു കാലത്തും മായ്ച്ചാൽ മായാത്തൊരു കളങ്കമാണ്. അതാ പിണറായി സഖാവ് തിരിച്ചറിയണം. ഇനി ഇമ്മാതിരി വൃത്തികെട്ടവന്മാരെ, അതായത് VS അച്യുതാനന്ദൻ പാരിസ് അബൂബക്കറിനെ കുറിച്ച് പറഞ്ഞ ആ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, വെറുക്കപ്പെട്ടവന്മാരെ കയറ്റിയിരുത്താനുള്ളതല്ല താങ്കളുടെ ആ മഹനീയമായ പദവി. 3.5 കോടി ജനങ്ങളുടെ പ്രതിനിധിയാണ് താങ്കൾ കേരളത്തിൽ നയിക്കേണ്ട ആളാണ്. താങ്കൾ മറ്റുള്ളവരെ പരനാറി എന്ന് വിളിച്ചെങ്കിൽ ഇയാളെ പരമനാറി എന്നോ അതിനപ്പുറം എന്തെങ്കിലുമോ വിളിക്കാൻ മാത്രം യോഗ്യരായ ഒരു മനുഷ്യനെ കൂടെ കൊണ്ട് പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മുന്നണിയിലും ഇവൻ്റെ മൗനം കൂടി കാട്ടിക്കൂട്ടണ കോപ്രായം കണ്ടിട്ട് ഏതെങ്കിലും മുന്നണിക്കാരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുന്നണി മുടിഞ്ഞു പോട്ടെ എന്ന് ഞാനും രാഗം ഇനി.